الحمد لله رب العالمين. نحمدك يا من أوضحت لنا سبل الهداية وأوزقت عن بصائرنا خشوة الضوايا، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ നമ്മുടെ നാഥൻ നമ്മുടെ നന്മക്കായി നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളും കൽപ്പനകളും ജീവിതത്തിലുടനീളം ശിരസാവഹിച്ച് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. സമസ്ത മേഖലകളിൽ പടച്ച റബ്ബിനെ സൂക്ഷിച്ച് മരണനേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം കരസ്ഥമാക്കുന്ന വിശ്വാസികളിൽ, മുത്തഖീങ്ങളിൽ നാഥൻ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നമ്മുടെ കുടുംബം എന്നുള്ളത്. ആ കുടുംബത്തെ നമ്മൾ സ്നേഹിക്കുകയും കുടുംബം നമ്മെ സ്നേഹിക്കുകയും ചെയ്യുന്നു. നാളെ പരലോകത്ത് കുടുംബസമേതം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്, പിതാക്കളും മക്കളും ഒക്കെ അടങ്ങുന്ന കുടുംബമായിക്കൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു വന്ന് സ്വർഗത്തിൻ്റെ മുഴുവൻ വാതിലുകളും അവർക്ക് വേണ്ടി തുറക്കപ്പെടുകയും മലായിക്കത്തുകൾ അവിടെ നിന്ന് സലാമുൻ അലൈക്കും ബിമാ സബർത്തും, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് ഈ മുഴുവൻ കവാടങ്ങളിലൂടെയും ഈ സ്വർഗത്തിലേക്ക് കടന്നു വരാം, നിങ്ങൾ ക്ഷമിച്ച കാരണത്താലാണ് അത് എന്ന് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്രകാരം നല്ലൊരു കുടുംബം നമുക്കുണ്ടാകണമെന്ന് നാം ആഗ്രഹിക്കുന്നു. ഇഹത്തിലും പരത്തിലും നന്മ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ കുടുംബത്തെ ഒരുക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഏത് സമയത്തും എപ്പോഴും മാതൃകയാക്കേണ്ട ഒരു കുടുംബം, അത് ഈ സമയങ്ങളിൽ നാം ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ കുടുംബമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഹജ്ജിന് പോകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വലിയ പുണ്യങ്ങളെക്കുറിച്ചും നാം വിശദീകരിക്കുകയുണ്ടായി, പറയുകയുണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഹജ്ജിലുടനീളവും സ്മരിക്കപ്പെടുന്നത് ഈ ഒരു കുടുംബത്തെയാണ്. ലോക മുസ്ലിമീങ്ങൾ ഒന്നടങ്കം ഈ സമയങ്ങളിൽ സ്മരിക്കുന്നതും
ഈ കുടുംബത്തെക്കുറിച്ചാണ്. ഏതൊരു ദമ്പതിമാരുടെയും ആഗ്രഹം കല്യാണം കഴിഞ്ഞ് അവരുടെ ദാമ്പത്യത്തിൻ്റെ മധുവിധു കാലഘട്ടങ്ങൾ ഇങ്ങനെ കഴിയുമ്പോൾ പിന്നീട് ഏതൊരാളും ആഗ്രഹിക്കുന്നത് തനിക്കൊരു സന്താനമുണ്ടായി കാണണം, ഒരു കുഞ്ഞിക്കാല് കാണണം എന്ന ആഗ്രഹമാണ് ഏത് ദമ്പതികൾക്കും ഉണ്ടാകുന്നത്. അത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമക്കും അവിടുത്തെ പ്രിയ പത്നി സാറാ ബീവിക്കുമൊക്കെ ആ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വർഷക്കാലം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം സന്താനങ്ങളില്ലാതെ ജീവിച്ചു പോന്നു. ആ സമയങ്ങളിലും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. റബ്ബിനോട് തനിക്ക് സന്താനത്തെ ലഭിക്കുവാൻ തേടിക്കൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. അതിനിടയിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ജീവിതത്തിലേക്ക് ബീവി ഹാജറ റളിയല്ലാഹു അൻഹ കടന്നു വരുന്നുണ്ട്. അവിടെയും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനകളും പിന്നീട് അവിടെ നിന്നുണ്ടായ ഇസ്മായിൽ, ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാം ഇവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സാഫാത്തിൽ ഏകദേശം 100 മുതൽ 113 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചരിത്രം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ആ കുടുംബത്തെ നമ്മൾ ഓർക്കുകയും അതുപോലെ നമ്മുടെ കുടുംബത്തെ നമ്മൾ സംവിധാനിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ പ്രാർത്ഥന, റബ്ബി ഹബ്ലി മിനസ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരാളെ നിനക്ക് റബ്ബേ എനിക്ക് പുത്രനായി, എനിക്ക് കുട്ടിയായി നീ പ്രദാനം ചെയ്യണേ റബ്ബേ എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു. ഏകദേശം 80 വയസ്സ് പിന്നിട്ട് 85-ാമത്തെ വയസ്സിലാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഈ പ്രാർത്ഥന നടത്തുന്നത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. ആ ഒരു പ്രായം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്റെ മനുഷ്യ ജീവിതത്തിലെ അവസാന കാലഘട്ടമാണ്. ആ അവസാന കാലഘട്ടത്തിലും റബ്ബിങ്കൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട്, റബ്ബിങ്കൽ തവക്കുൽ ചെയ്തുകൊണ്ട്, റബ്ബ് നൽകുമെന്ന ദൃഢവിശ്വാസത്തോടുകൂടി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥന തുടർന്നു എന്നുള്ളതാണ്. ഫബശ്ശിർനാഹു ബിഗുലാമിൻ ഹലീം. അങ്ങനെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹനശീലനായ, ക്ഷമാശീലനായ, സഹനശീലമുള്ള ഒരു ബാലനെ പറ്റി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അവിടെ ഹാജറ ബീവിയിലാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് ആദ്യത്തെ കുട്ടി ഇസ്മായിൽ അലൈഹിസ്സലാം ഉണ്ടാകുന്നത്. അവിടെ ആ കുഞ്ഞിനെ ഏറെ കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ച ചോര പൈതലിനെ കണ്ട് കൊതി തീരുന്നതിന് മുമ്പേ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന വരികയാണ്, നീ നിന്റെ കുഞ്ഞിനെയും പേറ്റുനോവ് മാറാത്ത കുഞ്ഞിന്റെ മാതാവിനെയും കൊണ്ടുപോയി ആരാരുമില്ലാത്ത മരുഭൂമിയിൽ കൊണ്ടുചെന്നാക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന. ഞാൻ കണ്ട് കൊതി തീർന്നിട്ടില്ലല്ലോ റബ്ബേ, എൻ്റെ ഭാര്യ പ്രസവിച്ച പ്രസവത്തിൻ്റെ പേറ്റുനോവ് മാറിയില്ലല്ലോ റബ്ബേ എന്നൊരു വേള ശങ്കിക്കുകയോ ഒരു വേള ചോദിക്കുകയോ ചെയ്യാതെ റബ്ബിൻ്റെ കൽപ്പന അതേപടി ശിരസ വഹിച്ചുകൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം കൊണ്ടുചെന്ന് ആക്കുകയാണ്. ആ മരുഭൂമിയിൽ, ആരാരുമില്ലാത്ത മരുഭൂമിയിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം കൊണ്ടുചെന്നാക്കിയിട്ട് തിരിച്ച് ഒന്നും നോക്കാതെ പോലും തിരിച്ചു നടക്കുമ്പോൾ ഹാജറ ബീവി ചോദിക്കുന്നു, എന്തിനാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടാക്കുന്നത്? ഞങ്ങളെ അങ്ങയോടൊപ്പം കൂട്ടിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു മറുപടിയും പറഞ്ഞില്ല. ആ സമയത്ത് ഹാജറ റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലാഹു അംറക ബിഹാദ, ഇത് കൽപ്പിച്ചത് അല്ലാഹുവാണോ? അതേ എന്ന മറുപടി. ആ മറുപടിയിലെല്ലാമായി പിന്നീട് ഒരു ചോദ്യം പോലും ഹാജറ ബീവി ചോദിച്ചില്ല എന്നുള്ളതാണ്. കാരണം
ആ അള്ളാഹുവിനെ അറിയുന്നവളായിരുന്നു ഹാജറ റളിയല്ലാഹു അൻഹ. ആ അള്ളാഹുവിനെ അറിയുകയും അള്ളാഹുവിനെ മനസ്സിലാക്കുകയും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയും ചെയ്ത് അവിടെ കഴിയുകയാണ്. തങ്ങൾ കൊണ്ടുവന്ന വെള്ളം വറ്റിപ്പോകുന്നു. തങ്ങൾ കരുതിയിരുന്ന ഭക്ഷണം കഴിഞ്ഞു പോകുന്നു. പിന്നീട് ചുറ്റും അന്വേഷിക്കുന്നു. എവിടെയും ഭക്ഷണത്തിന് വേണ്ടി ഉള്ള ഒരു സംവിധാനമോ അല്ലെങ്കിൽ ഒരു കുടിനീരിന് വേണ്ടിയുള്ള ഒരു സംവിധാനമോ ഒന്നും കാണുന്നില്ല. അങ്ങനെ കുഞ്ഞിനെ ഒരിടത്ത് കിടത്തി ഹാജറ ബീവി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ആ ഓടിയ കുന്നുകൾ സഫാ മറവ കുന്നുകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. അങ്ങനെ കുട്ടി കരയുമ്പോൾ തിരിച്ചു വരുന്നു. പിന്നീട് കുട്ടിയെ കിടത്തി ഓടുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം മലക്ക് വന്നുകൊണ്ട് അവിടെ സംസം കിണർ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം സ്ഥാപിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഹാജറ റളിയല്ലാഹു അൻഹ ഓടിയ ഇടത്തെ അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 158 സൂക്തത്തിൽ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. തീർച്ചയായും സഫാ മറവ കുന്നുകൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഷിയാറുകളാണ്, അള്ളാഹുവിന്റെ അടയാളങ്ങളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പഠിപ്പിക്കുകയാണ്. ആ ഇടത്തിലൂടെയാണ് ഇന്ന് ഉംറക്കും ഹജ്ജിനും പോകുന്ന മുഴുവൻ ഹാജിമാരും ഓടേണ്ടത്. നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണ്? ആരായിരുന്നു യഥാർത്ഥത്തിൽ ഹാജറ ബീവി? സാറാ ബീവിക്ക് രാജാവ് സമ്മാനമായി കൊടുത്ത ഒരു അടിമ സ്ത്രീയായിരുന്നു. ഒരടിമക്ക് യജമാനൻ എന്താണോ വിളിക്കുന്നത് അതാണ് അടിമയുടെ പേര് എന്ന് പറയുന്നത്. യജമാനൻ എന്താണോ നൽകുന്ന അഡ്രസ് അതാണ് അടിമയുടെ അഡ്രസ്സായി മാറപ്പെടുന്നത്. മക്കയിലേക്ക് ഹിജറ ചെയ്ത് വന്ന കാരണത്താൽ ഉമ്മ ഇസ്മായിലിനെ ചരിത്രത്തിൽ ഹാജറ എന്ന് വിളിക്കപ്പെട്ടു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കറുകറുത്തവളായ അടിമയായ ഒരു പെണ്ണ് ഓടിയ ഇടത്തിലൂടെ ഇന്ന് ലോകത്തെ മുഴുവൻ പുരുഷന്മാരും ഓടണം എന്നുള്ളതാണ് റബ്ബിന്റെ കൽപ്പന. അതേത് രാജാവായാലും, ഏത് വെളുവെളുത്തവനായാലും, ഏത് നിറമുള്ളവനായാലും, ഏത് സമ്പാദ്യമുള്ളതവനായാലും ആ ഇടത്തിലൂടെ ഓടിയാലേ ഹജ്ജും ഉംറയും പൂർത്തിയാവുകയുള്ളൂ എന്നുള്ളതാണ്. ഇസ്ലാം ഒരു സ്ത്രീക്ക് നൽകിയ വലിയൊരു ബഹുമതിയാണ് നമുക്കിവിടെ വായിച്ചെടുക്കുവാൻ സാധിക്കുന്നത്. മാത്രമല്ല, വർണ്ണങ്ങൾക്കപ്പുറമായി ഇസ്ലാം ഒരു കറുകറുത്തവളായ അടിമയായ ഒരു സ്ത്രീക്ക് നൽകിയ വലിയൊരു സ്ഥാനമാണ്. വർണ്ണത്തിനല്ല പ്രാധാന്യം, വംശത്തിനല്ല പ്രാധാന്യം, സമ്പത്തിനല്ല പ്രാധാന്യം. അതിനും അപ്പുറമുള്ള ചില കാര്യങ്ങളുണ്ട്, തഖ്വയാകുന്ന ചില കാര്യങ്ങളുണ്ട്, അതുപോലെയുള്ള റബ്ബിനെ സൂക്ഷിക്കുക എന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെല്ലാമാണ് പ്രാധാന്യം. അത്തരത്തിൽ സൂക്ഷിച്ച ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച ഒരു രീതിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ച ഹാജറ ബീവിക്ക് സമ്മാനമായി റബ്ബ് കൊടുത്തത് ലോകാവസാനം വരെ ഹജ്ജും ഉംറയും ചെയ്യുന്ന ആളുകൾ ആ ഹാജറ ബീവി ഓടിയ ഇടത്തിലൂടെ ഹാജറ ബീവിയെ ഓർത്തുകൊണ്ട് ഓടണം എന്നുള്ളതാണ്. മാത്രമല്ല, അവിടെ അള്ളാഹുവിന്റെ അടയാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിക്കുന്ന വലിയ മാനവികതയുടെ സന്ദേശം എന്ന് പറയുന്നത്. അങ്ങനെ ഹാജറ ബീവിയുടെ ശിക്ഷണത്തിൽ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം അവിടെ വളരുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം വരുന്നു, സന്ദർശിക്കുന്നു, തിരിച്ചു പോകുന്നു. അങ്ങനെയാണ് അധിക സമയം ഉമ്മയോടൊപ്പമാണ് ആര് വളരുന്നത്? മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം വളരുന്നത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് സാഫാത്തിൽ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഫലമ്മാ ബലഗ മഅഹു സയ്യ ഖാല യാ ബുനൈ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹക്. അതാ ഇസ്മായിൽ അലൈഹിസ്സലാമയോട് തന്റെ ഒരു പ്രായത്തിൽ, ഒരു വളർന്ന അവസരത്തിൽ തനിക്കെല്ലാ സഹായവും ചെയ്യുവാനുള്ള പാകമായപ്പോ വളർന്ന സമയത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം പറയുകയാണ്, മോനെ അറുക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രവാചകന്മാരുടെ സ്വപ്നം എന്ന് പറയുന്നത് അത് വഹിയാണ്.
അള്ളാഹുവിങ്കൽ നിന്നുള്ള സന്ദേശമാണ്, അള്ളാഹുവിങ്കൽ നിന്നുള്ള വഹിയാണ്. അത് പ്രകാരം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മകനോട് പറയുന്നു, ഞാൻ ഇങ്ങനെ ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് മോനെ അറുക്കണമെന്ന്. ആ സമയത്ത് ആ മകൻ പറഞ്ഞ വർത്തമാനമുണ്ട്, ഫൻളുർ മാദാ തറ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ ഇങ്ങനെയൊക്കെ കണ്ടിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം, നിന്നെ അറുക്കണം എന്നുള്ളതാണ് സ്വപ്നം. യാ അബതി ഇഫ്അൽ മാ തുഅ്മർ, എൻ്റെ ഉപ്പ എന്താണോ ഉപ്പയോട് കൽപ്പിച്ചത് റബ്ബ്, അതുപ്പ ചെയ്തു കൊള്ളുക. സതജിദ്നി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, നാളെ സ്വർഗീയാരാമങ്ങളിൽ ക്ഷമാശീലരോടൊപ്പം എന്നെ കാണാമെന്ന് മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം ഉപ്പയോട് പറയുകയാണ്. ഉപ്പക്കായിരുന്നു നുബുവത്തുണ്ടായിരുന്നത്, ഉപ്പക്കായിരുന്നു അള്ളാഹുവിങ്കിൽ നിന്നുള്ള സന്ദേശമുണ്ടായിരുന്നത്. പക്ഷേ ഉപ്പയോടൊപ്പമായിരുന്നില്ല ഇസ്മായിൽ അലൈഹിസ്സലാം കഴിഞ്ഞത്, ഉമ്മയോടൊപ്പമായിരുന്നു അധിക നേരവും അധിക കാലവും അധിക സമയവും ഇസ്മായിൽ അലൈഹിസ്സലാം കഴിഞ്ഞിരുന്നത്. ആ ഉമ്മ പകർന്ന ഒരു ഈമാനാണ്, ഉമ്മ പകർന്ന ഒരു ആദർശമാണ്, ഉമ്മ പരിചയപ്പെടുത്തിയ റബ്ബിനെ കുറിച്ചുള്ള ബോധത്തിൽ നിന്നാണ് ഇഫ്അൽ മാ തുഅ്മർ, റബ്ബ് എന്താണോ കൽപ്പിച്ചത് അത് ചെയ്യൂപ്പ, എന്നെ നാളെ പരലോകത്ത് ക്ഷമാശീലരോടൊപ്പം കണ്ടുമുട്ടാമെന്ന് പറയുന്ന ആ ഒരു മകനെ വളർത്തിയെടുത്തിയ ആ ഒരു ശിക്ഷണം, അത് നമ്മൾ മാതൃകയാക്കേണ്ടതുണ്ട്. ആ മാതൃകയിൽ റബ്ബിനെ പരിചയപ്പെടുത്തി സ്വർഗീയാരാമങ്ങളിൽ ക്ഷമാശീലരോടൊപ്പം എങ്ങനെ എത്തിപ്പെടാമെന്ന് മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത്, റബ്ബിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുത്ത്, റബ്ബിനോടുള്ള ആരാധനകൾ പഠിപ്പിച്ചു കൊടുത്ത്, റബ്ബിനെ കുറിച്ചുള്ള ഒരു ബോധം മക്കൾക്ക് നൽകുവാൻ ഉമ്മമാരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മക്കൾക്ക് നല്ല ഭക്ഷണങ്ങൾ ഒരുക്കി കൊടുക്കുമ്പോൾ, നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസങ്ങൾ നൽകുമ്പോൾ, നമ്മൾ നമ്മുടെ മക്കൾക്ക് റബ്ബിനെ കുറിച്ചുള്ള നല്ല ബോധം നൽകുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നുള്ളത് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അത് ബീവി ഹാജറ റളിയല്ലാഹു അൻഹ നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്, ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽജബീൻ, അതാ അങ്ങനെ ഇരുവരും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെടുകയും നെറ്റി താഴെ ചേർത്ത് വെച്ചുകൊണ്ട് അറുക്കുവാനായി കിടത്തിയ സന്ദർഭത്തിൽ ഫനാദൈനാഹു അയ്യാ ഇബ്രാഹിം, അതാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളിയാളമുണ്ടാകുകയാണ്, അന്യാ ഇബ്രാഹിം, അല്ലയോ ഇബ്രാഹിമേ, ഖദ് സദ്ദഖത റുയ്യ, നീ നിനക്ക് കണ്ട സ്വപ്നത്തെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ഇന്നാ കസാലിക നജ്സിൽ മുഹ്സിനീൻ, ഇപ്രകാരമാകുന്നു സ്വാലിഹീങ്ങളായ ആളുകൾക്ക്, മുഹ്സിനീങ്ങളായ ആളുകൾക്ക്, സദ്വൃത്തരായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നത്. ഇന്ന ഹാദാ ലഹ്വൽ ബലാഉൽ മുബീൻ, തീർച്ചയായും സ്പഷ്ടമായ വ്യക്തമായ പരീക്ഷണം മാത്രമാകുന്നു ഇത്, പരീക്ഷണം തന്നെയാകുന്നു ഇത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. എന്നിട്ട് അതാ ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാടിനെ പകരമായി നൽകുന്നു. ഫദൈനാഹു ബിസബഹിൻ അളീം, അതാ ഇതിന് പകരമായി ബലിയർപ്പിക്കാൻ ഈ മഹത്തായ മൃഗത്തെ നാം നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സാഫാത്ത് 100 മുതൽ 107 വരെയുള്ള വചനങ്ങളിൽ വിശദീകരിക്കുകയാണ്. അങ്ങനെയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ കുടുംബത്തിൽ നിന്നും ബലിയർക്കുക എന്ന കർമ്മം വിശ്വാസികൾക്ക് മാതൃകയായിട്ടുണ്ടാകുന്നത്. തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു, ഇത്രയും പ്രയാസപ്പെട്ട ഒരു കുടുംബം, ഇത്രയും ത്യാഗം സഹിച്ച ഒരു കുടുംബം, ഒരു കുഞ്ഞിനെ, പ്രസവിച്ചു വീണ കുഞ്ഞിനെ ഒന്ന് കാണുവാൻ, പേറ്റുനോവ് മാറാത്ത ഭാര്യയെ തൻ്റെ അടുക്കൽ നിന്നും മാറ്റി നിർത്തണമെന്ന് റബ്ബ് പറഞ്ഞപ്പോ അത് ശിരസാ വഹിച്ച്, മകനെ അറുക്കണമെന്ന് പറഞ്ഞപ്പോൾ അറുക്കുവാൻ കല്ലിൽ കൊണ്ടുപോയി നെറ്റി താഴ്ത്തിക്കൊണ്ട് കിടത്തി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. നമ്മൾ നെഞ്ചകത്തേക്ക് നമ്മുടെ മകന്റെ ചിത്രം ഇങ്ങനെ ആലോചിക്കുക. എന്നിട്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ആ ഈമാനിന്റെ കരുത്ത്
എത്രമേൽ വലുതായിരുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. മകന്റെ കൈയൊന്ന് മുറിയുമ്പോ, കത്തിയെന്ന് കൈയൊന്ന് പൊള്ളുമ്പോ, ആക്സിഡന്റായി എന്തെങ്കിലുമൊക്കെ പരക്കുകൾ പറ്റുമ്പോ നമ്മുടെ ഹൃദയങ്ങൾ എത്രമാത്രം തുടിക്കാറുണ്ട്, എത്രമാത്രം വേദനിക്കാറുണ്ട്. ആ ഒരു വേദന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ആ നേരത്ത് അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മൾ അതൊന്ന് ആലോചിക്കുക. എങ്ങനെ ആയിരിക്കും നമ്മുടെ മക്കളോട്, നമ്മുടെ മക്കളെ അപ്രകാരം അറക്കണമെന്ന് കൽപ്പിക്കുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു ആകുലത എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അതേ വ്യസനത്തോടുകൂടി, അതേ സങ്കടത്തോടുകൂടി, അതേ പ്രയാസത്തോടുകൂടി മകന്റെ മുഖം കാണാൻ കഴിയാതെ ആ നെറ്റി മണ്ണിലേക്ക് ചേർത്ത് കിടത്തിക്കൊണ്ട്, കല്ലിലേക്ക് ചേർത്ത് കിടത്തിക്കൊണ്ട് അറുക്കുവാൻ തയ്യാറായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബിന്റെ കൽപ്പനകൾക്ക് മുമ്പിൽ മക്കളെന്നോ ഭാര്യയെന്നോ ഒന്നില്ല എന്നുള്ളതാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ചരിത്രം പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. അവിടെ ബന്ധങ്ങളില്ല, അവിടെ രക്തബന്ധങ്ങളില്ല, അവിടെ പ്രിയപ്പെട്ടവരെന്നില്ല. റബ്ബിന്റെ കൽപ്പനക്കാണ് സ്ഥാനം നൽകേണ്ടത് എന്നുള്ളതാണ്. അങ്ങനെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അപ്രകാരം റബ്ബിന് വേണ്ടി ഇതെല്ലാം ത്യജിച്ച കാരണത്താൽ റബ്ബ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് നൽകിയ സമ്മാനം വതറക്ന അലൈഹി ഫിൽ ആഖിരീൻ, പിൽക്കാലക്കാരിൽ അദ്ദേഹത്തിന്റെ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ സൽകീർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല അവശേഷിപ്പിച്ചു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നുകൊണ്ട് പറയുന്നത്. സലാമുൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് സമാധാനം. കസാലിക നജ്സിൽ മുഹ്സിനീൻ, ഇപ്രകാരമാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല സദ്വൃത്തരായ ആളുകളെ, അത്തരത്തിലുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നത് ഇപ്രകാരമാകുന്നു. തീർച്ചയായും നീ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നും പറയുകയാണ്. ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ, തീർച്ചയായും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം സത്യവിശ്വാസികളിൽപ്പെട്ട നല്ലൊരു ദാസനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയും വീണ്ടും അല്ലാഹു തആല ഒരു സന്തോഷ വാർത്ത കൂടി ചേർത്തുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് കൊടുക്കുകയാണ്. വബശ്ശിർനാഹു ബിഇസ്ഹാഖ നബിയ്യം മിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു പ്രവാചകനായ ഒരു നബിയായി ഇതാ ഇസ്ഹാഖ് അലൈഹിസ്സലാമയെ പറ്റി എന്നൊരു മകനെ കുറിച്ചും നിനക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ് എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. എന്നിട്ട് തുടർന്നുകൊണ്ട് പറയുന്നു വബാറക്ന അലൈഹി വഅലാ ഇസ്ഹാഖ വമിൻ ദുർരിയതിഹിമാ മുഹ്സിനൻ. അതെ, ഇബ്രാഹിം അലൈഹിസ്സലാം അവിടുത്തെ സന്താന പരമ്പരകളായ ഇസ്ഹാഖ് അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, ഇവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ ചൊരിയുകയും ഈ രണ്ട് സന്താനങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സദ്വൃത്തരായ സ്വാലിഹീങ്ങളായ ആളുകളും അതേപോലെ സ്വന്തത്തോട് അക്രമം ചെയ്യുന്ന ആളുകൾ, അത്തരത്തിൽ രണ്ട് വിഭാഗങ്ങൾ ആ സന്താന പരമ്പരകളിൽ നിന്ന് തന്നെ ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അങ്ങനെ സൂറത്തു സാഫാത്ത് 100 മുതൽ 113 വരെയുള്ള വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അവിടുന്ന് റബ്ബിന് സർവ്വതും സമർപ്പിച്ച കാര്യം ഒന്ന്. രണ്ടാമത്തത് മകനെ അറുക്കുവാൻ തയ്യാറാവുകയും അത് മകനോട് പങ്കുവെച്ചപ്പോ സന്തോഷത്തോടുകൂടി റബ്ബിന്റെ തീരുമാനത്തിന് എത്രമാത്രം വലിപ്പമുണ്ട് എന്നറിയുന്ന ഒരു മകനെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അതിന് കാരണമായി അവിടുത്തെ പ്രിയ പത്നി ഹാജറ അലൈഹിസ്സലാം ഹാജറ റളിയല്ലാഹു അൻഹ മാറി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യങ്ങൾ എന്ന് പറയുന്നത്. തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും സന്തോഷ വാർത്തയായ ഒരു സന്താനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും തുടർന്നുകൊണ്ട് ആ സന്താന പരമ്പരകളിൽ സ്വാലിഹീങ്ങളും അതേപോലെ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ച അക്രമകാരികളും അതിൽ നിന്നും ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയും ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ആ കുടുംബത്തിന്റെ സ്മരണാർത്ഥം, ആ കുടുംബം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മകനെ അതിന്റെ സ്മരണാർത്ഥം ആ ഒരു ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ ബലികർമ്മത്തിൽ ഏർപ്പെടേണ്ടത്. വളരെ മഹത്തായ പ്രതിഫലമുള്ള
വലിയൊരു കർമ്മമാകുന്നു ബലികർമ്മം എന്ന് പറയുന്നത്. ഫസല്ലി ലിറബ്ബിക വൻഹർ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തകാസുറിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു, നീ റബ്ബിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക എന്ന്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നു, അതാ നമ്മൾ പെരുന്നാൾ ദിവസം നമസ്കരിക്കുകയും തുടർന്നു കൊണ്ട് ബലിയർപ്പിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ, അതാണ് ഈ ആയത്ത് കൊണ്ട് വിവക്ഷയെന്ന് ഇക്രിമ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമസ്കാരത്തോടൊപ്പമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബലികർമ്മത്തെ ഇവിടെ ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. നമസ്കരിക്കുകയും ബലികർമ്മം നിർവഹിക്കുകയും ചെയ്യുക എന്നുള്ളത്. നമസ്കാരത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതുപോലെ പ്രാധാന്യമുള്ള ഒന്നാണ് ബലികർമ്മം എന്ന് മനസ്സിലാക്കി തരാനാണ് നമസ്കാരത്തോടൊപ്പം ഇത് ചേർത്ത് പറഞ്ഞത് എന്ന് മുഫസ്സിരീങ്ങളായ ആളുകൾ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വൽ ബുദന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാ, തീർച്ചയായും ബലിയൊട്ടകങ്ങൾ അത് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ ഹജ്ജ് 36-ാമത്തെ സൂക്തത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അത് ബലിമൃഗം ഏതുമായിക്കൊള്ളട്ടെ, അവിടെ ഒട്ടകങ്ങളായതുകൊണ്ട് അല്ലാഹു തആല അതിനെ അപ്രകാരം വിശേഷിപ്പിച്ചു എന്ന് മാത്രം. ബലിമൃഗങ്ങൾ അത് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ്, അള്ളാഹുവിന്റെ ഷിയാറുകളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയും തുടർന്നുകൊണ്ട് ആ ഒട്ടകത്തെ മാന്യമായി എങ്ങനെയാണോ മൂന്ന് കാലിൽ നിർത്തി ഒരു കാല് കെട്ടിയിട്ട് ബിസ്മി ചൊല്ലിക്കൊണ്ട് എളുപ്പമാക്കിക്കൊണ്ട് ആ ഒട്ടകത്തെ അറുക്കുകയും അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും മറ്റുള്ളവർക്ക് ഭക്ഷിക്കുവാൻ നൽകുകയും ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നുകൊണ്ട് പറയുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ലൻ യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വ. അല്ലാഹുവിങ്കലേക്ക് ആ ബലിമൃഗത്തിന്റെ രക്തമോ ബലിമൃഗത്തിന്റെ മാംസമോ എത്തുന്നില്ല, അള്ളാഹുവിങ്കലേക്ക് എത്തുന്നത് നിങ്ങളുടെ തഖ്വയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നുകൊണ്ട് പറയുകയാണ്. അള്ളാഹുവിന്റെ ശിആറുകളാണ്, അള്ളാഹുവിന്റെ അടയാളമാണ് ബലിമൃഗം എന്ന് പറയുന്നത്. അല്ലാഹു തആല നമസ്കാരത്തോടൊപ്പം ചേർത്ത് പറഞ്ഞിട്ടുള്ള ഒരു കർമ്മം കൂടിയാണ് അത് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയ ശേഷം തുടർന്നുള്ള 10 വർഷക്കാലം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടക്കം വരുത്താതെ സ്ഥിരമായി ഉളഹിയത്ത് നിർവഹിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി 10 വർഷക്കാലം ഉളഹിയത്ത് നിർവഹിച്ചിരുന്നു. യാത്രയിൽ പോലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉളഹിയത്ത് നിർവഹിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. പെരുന്നാൾ ദിവസത്തെ ഏറ്റവും ശ്രേഷ്ഠമായ അമലായി ഇമാം അഹ്മദ് റഹ്മഹുമുള്ള വിശദീകരിക്കുന്നത് ബലി അറുക്കുക എന്നുള്ളതാകുന്നു. അദ്ദേഹം വിശദീകരിച്ചതിന്റെ സാരം ഇപ്രകാരമാണ്: പെരുന്നാൾ ദിവസത്തെ നിങ്ങൾ ഭക്ഷണത്തിനും വസ്ത്രത്തിനുമൊക്കെ അതുപോലെയുള്ള അനുബന്ധമായ ആഘോഷങ്ങൾക്കൊക്കെ നിങ്ങൾ അതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമുള്ളത് നിങ്ങൾ ബലികർമ്മത്തിനായി ചെലവഴിക്കുന്ന പണമാകുന്നു, സമ്പത്താകുന്നു എന്ന് ഇമാം അഹ്മദ് റഹ്മഹുല്ല വിശദീകരിക്കുന്നു. അവിടെ ബലിയെറുക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത്, ഞാൻ വലിയൊരു ദാനശീലനാണ്, ഞാൻ ഇങ്ങനെ ബലിയെറുക്കുന്നയാളാണ് എന്നുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളല്ല നമുക്ക് വേണ്ടത്. അവിടെ നമ്മുടെ തഖ്വയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ പരിഗണിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. നമ്മൾ എത്ര കണ്ട് അതിന് ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട് എന്ന് ആലോചിക്കുക. നമുക്ക് വസ്ത്രം വാങ്ങുവാൻ സമ്പത്തുണ്ട്, നമുക്ക് പുതിയ മോഡൽ ഫോൺ വരുമ്പോൾ മാറ്റി വാങ്ങുവാൻ നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ട്, പുതിയ മോഡൽ ബൈക്കും പുതിയ മോഡൽ കാറുകളും വരുമ്പോൾ അത് മാറ്റി നമ്മൾ വാങ്ങുന്നുണ്ട്, വീടിന് പുതിയ രൂപത്തിലുള്ള ഇന്റീരിയറുകൾ മാറ്റുവാൻ നമുക്ക് സമ്പത്തുണ്ട്. എന്നാൽ ഇതിനു വേണ്ടി നമ്മൾ എത്ര കണ്ട് സമ്പത്ത് ചെലവഴിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. ബലികർമ്മത്തിനായി എന്ത് നമ്മൾ മാറ്റിവെക്കുന്നു? നമ്മൾ പെരുന്നാൾ ദിവസം ടൂറ് പോകുന്നു, നമ്മൾ പെരുന്നാൾ ദിവസം മറ്റ് ആഘോഷങ്ങൾ പങ്കെടുക്കുന്നു, നമ്മൾ അതിനു വേണ്ടി പണം ചെലവഴിക്കുന്നു, സുഹൃത്തുക്കളുമായിട്ട് ആർത്തുല്ലസിക്കുന്നു. അതൊന്നും വേണ്ട എന്നല്ല, അതിനു വേണ്ടിയൊക്കെ നമ്മൾ സമ്പത്ത് ചെലവഴിക്കും. പക്ഷെ ഇതിന് വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ല. ചെറിയ ആളുകൾ നൽകിയാൽ മതി, കുറച്ചൊക്കെ ആളുകൾ നൽകിയാൽ മതി
എന്നൊരു ധാരണയാണ്, എന്നൊരു ചിന്തയാണ് നമുക്കുള്ളത്. അങ്ങനെയല്ല. ബലിമൃഗത്തെ വാങ്ങുകയും അതിൽ പങ്കാളികളാകുകയും സ്വന്തം ബലിമൃഗത്തെ സ്വന്തം കൈകൊണ്ട് തന്നെ അറുക്കുകയും ചെയ്യുക എന്നുള്ളത് അതിപ്രധാനമായ സുന്നത്തായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരു കർമ്മമാണ്. അത് പ്രവാചകൻ അങ്ങനെയായിരുന്നു നിർവഹിച്ചിരുന്നത്. അപ്രകാരം നമ്മൾ അതിനു വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ നാടുകളിലൊക്കെ പലപ്പോഴും കാണാറുള്ള ഒരു കാര്യമാണ്, മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ബലിമൃഗത്തെ ദാനം ചെയ്യുക. അവിടെയൊക്കെ പണം കുറവാണ്, അതുകൊണ്ട് അങ്ങോട്ടൊക്കെ നൽകുക എന്നുള്ള രൂപത്തിൽ. അവിടങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായ രൂപത്തിലുള്ള ഇടപാടുകളാണോ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ചെറിയൊരു സംഖ്യ കൊടുത്ത് തീർത്ത് കളയാമെന്ന് നമ്മൾ ഒരിക്കലും കരുതരുത്, വിചാരിക്കരുത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ കൊടുത്താലും എവിടെ കൊടുത്താലും അതിൽ അതിപ്രധാനമായ സുന്നത്തായി പ്രവാചകൻ പഠിപ്പിച്ചത് സ്വന്തം കൈകൊണ്ട് ആ ബലിമൃഗത്തെ അറുക്കുകയും സ്വന്തം പ്രദേശങ്ങളിൽ അറുക്കുകയും ചെയ്യുക, സ്വന്തം ആളുകൾക്ക് നൽകുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി പഠിപ്പിച്ചിട്ടുള്ളത്. പല ആളുകളും ഇസ്ലാമിനെ വലിയൊരു മാനവികത പറഞ്ഞ് ഇസ്ലാമിന്റെ ചില കർമ്മങ്ങൾ പോലും എന്തിനാണ് അതൊക്കെ എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. എന്തിനാണ് ഇത്തരത്തിലൊക്കെ നൽകുന്നത്? ആ ഒരു പണം വേറെ എന്തെങ്കിലുമൊക്കെ നൽകിക്കൂടെ? എന്തിനാണ് കഷ്ടപ്പെട്ട് ഇത്രയും 5 ലക്ഷം 10 ലക്ഷം ഒക്കെ കൊടുത്ത് എന്തിന് ഹജ്ജിനൊക്കെ പോകണം? അത് വേറെ എന്തെങ്കിലുമൊക്കെ ചെലവഴിച്ചൂടെ? പാവപ്പെട്ടവന് വീടെടുത്തുകൂടെ? സ്വതക്ക ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ബലികർമ്മം എന്നുള്ളത് ഇസ്ലാം സ്വതക്ക നൽകുവാൻ വെച്ചൊരു മാനദണ്ഡമല്ല, സ്വതക്കക്ക് പകരമായി കൊണ്ടുവന്നൊരു മാനദണ്ഡമല്ല. അതിന്റെ ഉദ്ദേശം സ്വതക്കക്ക് വേറെ ഒരുപാട് ശ്രേഷ്ഠതയും വേറെ ഒരുപാട് നിലക്ക് സ്വതക്കക്ക് വേണ്ടിയുള്ള അവസരങ്ങൾ ഇസ്ലാം നൽകുന്നുണ്ട്. കൃത്യമായ വ്യവസ്ഥാപിതമായ സാമ്പത്തികമായ ഭദ്രത സമൂഹത്തിൽ ഉറപ്പുവരുത്തുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ സക്കാത്ത് എന്ന് പറയുന്നത്. അതൊരു മഹല്ലിൽ വ്യവസ്ഥാപിതമായി നടന്നാൽ, അതൊരു സമൂഹത്തിൽ വ്യവസ്ഥാപിതമായി നടന്നാൽ അതിൽ ദാരിദ്ര്യ നിർമാർജനം നടക്കുമെന്നുള്ളത് അത് പല രാജ്യങ്ങളും തെളിയിച്ചിട്ടുള്ള ഒന്നാണ്. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇസ്ലാമിന് വളരെ വ്യവസ്ഥാപിതമായി കൃത്യമായി തന്നെയുണ്ട്. സ്വതക്ക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി കൊടുക്കുകയും നിർവഹിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനു പുറമെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നിർവഹിച്ചത്. ഇതിന് മാറ്റിവെക്കുന്ന പണം കൊണ്ട് സ്വതക്ക കൊടുക്കാം, ഇതിന് മാറ്റിവെക്കുന്ന പണം കൊണ്ട് പാവപ്പെട്ടവനെ സഹായിക്കാം, അങ്ങനെയൊന്നില്ല. ഇതിന്റെ ഉദ്ദേശം അള്ളാഹു പറഞ്ഞല്ലോ, ഇതിന്റെ രക്തമോ മാംസമോ പടച്ചവനിലേക്ക് എത്തുന്നില്ല, തഖ്വയാണ് എത്തുന്നത്. അവിടെ ബലി കൊടുക്കുക എന്നുള്ള വലിയ അതിപ്രധാനമായ മഹത്തരമായ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നാടുകളിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പ്രളയവും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നപ്പോ ഈ ഇതിനു വേണ്ടി മാറ്റിവെച്ച സംഖ്യ ഞാൻ ദുരിതാശ്വാസത്തിലേക്ക് നൽകുന്നു എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ അത് വലിയൊരു മാനവികതയുടെ സന്ദേശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെയൊന്ന് ഇസ്ലാം ഇതുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്നില്ല എന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുക. ഇത് വേറെ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളികളിലും അതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ബലികർമ്മത്തിനുള്ള ഉളഹിയത്തിനുള്ള സംവിധാനം നമ്മൾ ഇവിടെ ഒരുക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഭാരവാഹികളെ കാണുകയും കഴിവുള്ള ആളുകൾ അത് നിർവഹിക്കുകയും ചെയ്യുക എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അവന്റെ അടുക്കൽ സ്വീകരിക്കുന്ന അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅലാ സ്വഹാബത്തിഹി അജ്മഈൻ വബഅദ്. ഓസിക്കും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ കുടുംബവും ബലികർമ്മത്തെ സംബന്ധിച്ചുമാണ് നമ്മൾ ചുരുങ്ങിയ രൂപത്തിൽ വിശദീകരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചിഹ്നങ്ങളാണ് ബലിമൃഗങ്ങൾ എന്നുള്ളതാണ്. അതിനെ നമ്മൾ ആദരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിൽ
32-ാമത്തെ സൂക്തത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ, അടയാളങ്ങളെ ആദരിക്കണം, ബഹുമാനിക്കണം. അപ്രകാരം അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം നൽകണം എന്നുള്ളതാണ് ഈ വചനങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ വജദ സഅതൻ ഫലം യുളഹു ഫലാ യഖറബന്ന മുസല്ലാന. ഒരാളുടെ കയ്യിൽ ബലിയറുക്കുവാനുള്ള സാമ്പത്തികമായ ഭദ്രതയുണ്ട്, സമ്പത്തുണ്ട്, എന്നിട്ട് അദ്ദേഹം ബലി അറുത്തില്ല, അതിന് കഴിവുണ്ടായിട്ട് അദ്ദേഹം ബലി അറുത്തില്ല, ഫലാ യഖറബന്ന മുസല്ലാന, അവർ നമ്മുടെ മുസല്ലകളിൽ നിന്നും മാറിപ്പോവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അത്തരം ആളുകൾ ഈദ് മുസല്ലയിൽ നിന്നും മാറിപ്പോവുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഏത് മുസല്ലയാണെന്ന് നമ്മൾ ആലോചിക്കണം. ഈദ് മുസല്ലയിൽ നിന്നും മാറുക എന്നാണ്. ആ ഈദ് മുസല്ലയുടെ പ്രത്യേകത നമുക്കറിയാം. ആർത്തവകാരികളായ സ്ത്രീകളോടടക്കം നമസ്കാരത്തിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് ആ ഈദ് മുസല്ലയിൽ പങ്കെടുക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. അത്രയും പ്രാധാന്യമുള്ള, അതല്ലെങ്കിൽ അത്രയും പങ്കെടുക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ആ മുസല്ലയിൽ നിന്നും കഴിവുണ്ടായിട്ടും ആ ഉളഹിയത്ത് നടത്താത്തവൻ മാറിപ്പോകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, നമുക്ക് കഴിവുണ്ടോ? നമ്മളാൽ കഴിയുമോ? അതാലോചിക്കുക. അത് 10,000 13,000 ഒക്കെ ഉണ്ടാകും, 15 ഒക്കെ ഉണ്ടാകും എന്ന് കരുതി അത് ഞാനതിൽ അത്രയും പണം ഞാൻ ഒറ്റടിക്ക് ചെലവഴിക്കണോ എന്നൊക്കെ ഇങ്ങനെ തോന്നിപ്പോകും ചില ആളുകൾ. അങ്ങനെ വിശ്വാസികളെ നമ്മൾ അങ്ങനെ ചിന്തിക്കരുത് എന്നുള്ളതാണ്. അത് അല്ലാഹു തആല നമ്മളോട് നമസ്കാരത്തോടൊപ്പം നിർവഹിക്കുവാൻ പറഞ്ഞൊരു കർമ്മം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി 10 വർഷം തുടർച്ചയായി നിർവഹിച്ചൊരു കർമ്മം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ പോലും നിർവഹിച്ചിരുന്ന ഒരു കർമ്മം. അതിന് കഴിവുണ്ടായിട്ടും അത് നിർവഹിക്കാത്തവൻ മുസല്ലയിലേക്ക്, ഈദ് മുസല്ലയിലേക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു കർമ്മം. അത്രയും ശ്രേഷ്ഠത ആ കർമ്മത്തിനുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിന് നമ്മൾ സമ്പത്ത് കഴിവതും പരമാവധി നമ്മൾ നൽകുകയും ചെയ്യുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ എന്തിനെല്ലാം പണം ചെലവഴിക്കുന്നുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ, ദീനിൻ്റെ കാര്യം വരുമ്പോൾ നമുക്കതൊക്കെ വലിയൊരു സംഖ്യയായിട്ട് ഇങ്ങനെ തോന്നിപ്പോകാറുണ്ട്. ആഴ്ചയിൽ നമ്മൾ എത്ര ദിവസം കുടുംബസമേതം സുഹൃത്തുക്കളോടൊപ്പം പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. മാസത്തിൽ നമ്മൾ കഴിക്കുന്ന പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുന്ന സംഖ്യ, ചായ കുടിച്ച് കളയുന്ന സംഖ്യ ഒന്ന് കൂട്ടി നോക്കുക. അത്തരത്തിൽ നമ്മൾ കൂട്ടി നോക്കുകയും അത്തരത്തിൽ നമ്മൾ അതിൽ പങ്കാളികളാവുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മൾ അതിനു വേണ്ടിയൊക്കെ ചെലവഴിക്കും. പക്ഷെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് മടിയാണ്. നമ്മുടെ കയ്യിൽ ഈ ഉളഹിയത്തിനുള്ള പണമുണ്ട്. ആ പണം കൊണ്ട് നമ്മൾ പെരുന്നാൾ ദിവസം വസ്ത്രമെടുത്ത്, പെരുന്നാൾ ദിവസം കുടുംബത്തിന് വസ്ത്രമെടുത്ത് കുടുംബത്തോടൊപ്പം ടൂർ പോവുകയാണ് എങ്കിൽ അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു ഗണത്തിലായിരിക്കും നമ്മൾ പെടുക. അതിനേക്കാളൊക്കെ അഫ്ളൽ അത് ഉളഹിയത്തിന് വേണ്ടി മാറ്റിവെക്കലാകുന്നു എന്നുള്ളത് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കുകയും അതിനു വേണ്ടി സമ്പത്ത് നമ്മൾ ചെലവഴിക്കുകയും ചെയ്യുക. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമ്മിൽ നിന്നും വന്നുപോയ എല്ലാവിധ ചെറുതും വലുതുമായ പാപങ്ങൾ അവൻ്റെ മഹത്തായ മഗ്ഫിറത്ത് കൊണ്ട്, മഹത്തായ റഹ്മത്ത് കൊണ്ട് നമുക്കേവർക്കും പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, കുടുംബാംഗങ്ങൾ, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, നേതാക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, അല്ലാഹു തആല അവരുടെ ഖബറിടം വിശാലമാക്കുകയും അവരുടെ ഖബറിടം സ്വർഗീയത്തോപ്പാക്കുകയും അവരുടെ ഖബറിടം സന്തോഷത്തോപ്പാക്കി മാറ്റി അനുഗ്രഹിക്കുകയും ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ബർസഖിന്റെ ലോകത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ നമ്മുടെ ബർസഖിന്റെ ലോകം അപ്രകാരം പ്രകാശപൂരിതമായി സ്വർഗീയത്തോപ്പാക്കി സന്തോഷത്തോപ്പാക്കി നാഥൻ മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ.
വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വിശ്വാസികളിൽ നിന്ന് അത് നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിച്ച് സ്വർഗീയാരാമങ്ങൾ കഴിയുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം കരസ്ഥമാക്കുന്ന വിശ്വാസികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഏറെ പൊറുക്കുന്ന എല്ലാം അറിയുന്ന തമ്പുരാനെ, ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നീ ഞങ്ങൾക്ക് ഏവർക്കും പുറത്തു മാപ്പാക്കി തന്നെ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഞങ്ങളുടെ ഫലസ്തീനിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, റബ്ബേ അവർ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. റബ്ബേ അവർ ഞങ്ങളുടെ സഹോദരങ്ങളാൻ. നീ എല്ലാം കാണുന്നുണ്ട് റബ്ബേ, നീ എല്ലാം അറിയുന്നുണ്ട് റബ്ബേ. റബ്ബേ അവർക്ക് ഇനി പോകുവാൻ ഒരു ഇടമില്ലാത്ത വിധം അത്തരത്തിലുള്ള ആക്രമണങ്ങളാൽ അവരൊറ്റപ്പെട്ടു പോവുകയാണ് റബ്ബേ. അല്ലാഹുവേ, അവരുടെ ശത്രുക്കളിൽ നിന്നും അവരെ നീ കാത്ത് സംരക്ഷിച്ച് അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് പ്രാർത്ഥനയല്ലാതെ നിന്നോടല്ലാതെ പറയുവാൻ വേറൊരു ശക്തിയോ വ്യക്തിയോ ഇല്ല റബ്ബേ. നിന്നോട് പറയുവാനല്ലാതെ ഞങ്ങൾക്കൊരു വ്യക്തിയോ ശക്തിയോ ഇല്ല റബ്ബേ. റബ്ബേ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മുതൽ അവിടുത്തെ മകൻ ഇസ്ഹാഖ് അലൈഹിസ്സലാമും അവിടുത്തെ സന്താന പരമ്പരകളും മുഴുവൻ പ്രവാചകന്മാരും കടന്നുപോയി സുജൂദ് ചെയ്ത മണ്ണാണ് റബ്ബേ ഖുദ്സിന്റെ ബൈത്തുൽ മുഖദ്ദസിന്റെ മണ്ണ്. ആ മണ്ണ് റബ്ബേ അതിന്റെ അവകാശികൾക്ക് നീ നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അവരുടെ അവകാശികൾക്ക് നീ നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. നിർഭയത്വമുള്ള മണ്ണ് എന്ന് നീ വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയ മണ്ണാണ് റബ്ബേ. അത് നിർഭയത്വമുള്ള മണ്ണായി കാലങ്ങളോളം കഴിഞ്ഞിരുന്ന മണ്ണാണ് റബ്ബേ. അത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ജൂതരും ക്രൈസ്തവരും മുസ്ലിമീങ്ങളും സാഹോദര്യത്തിലും സഹവർത്തിത്വത്തിലും കഴിഞ്ഞിരുന്ന മണ്ണാണ് റബ്ബേ. ആ മണ്ണിനെ തിരിച്ച് അപ്രകാരം സഹവർത്തിത്വമുള്ള സമാധാനമുള്ള മണ്ണായി റബ്ബേ നീ തിരിച്ചു കൊണ്ടുവരണ റബ്ബേ. അവിടുത്തെ ശത്രുക്കളിൽ നിന്ന് റബ്ബേ നീ അവരെ സംരക്ഷിച്ച് അനുഗ്രഹിക്കണ റഹ്മാനെ. നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള വിജയം അവർക്ക് നീ നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. ആ ഫലസ്തീനികൾക്ക് നീ ക്ഷമിക്കുവാനുള്ള കഴിവിനെ ഏറ്റി വർദ്ധിപ്പിച്ച് നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അവിടങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് ഷഹീദിന്റെ പുണ്യം നൽകി റബ്ബേ നീ അനുഗ്രഹിക്കണ റഹ്മാനെ. അവരെ നീ ഷഹീദിന്റെ കൂട്ടത്തിൽ ഉയർത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. ഷഹീദിന്റെ കൂട്ടത്തിൽ ഉയർത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. നിന്നോടല്ലാതെ ഒരു വ്യക്തിയോട് ഒരു ശക്തിയോട് പറയാനില്ല റബ്ബേ. നീയാണ് അഭയം, നിന്നിലാണ് അഭയം റബ്ബേ. നീ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സ്ഥൈര്യം നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. സമാധാനം നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അമ്ന നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അവിടങ്ങളിൽ കാല് നഷ്ടപ്പെട്ടു പോയവർ, കണ്ണുകൾ നഷ്ടപ്പെട്ടു പോയവർ, കൈകാലുകൾ നഷ്ടപ്പെട്ടു പോയവർ, ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്നവർ ഉണ്ട് റബ്ബേ. അവർക്ക് ക്ഷമിക്കുവാനുള്ള കഴിവേറ്റി നൽകുകയും അവർക്ക് നീ പകരമായി ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്ന റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ആ റഫാ തുരുത്തിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, അവർക്ക് നീ സ്ഥൈര്യം നൽകണേ റബ്ബേ. അവർക്ക് നീ സമാധാനം നൽകണേ റബ്ബേ. അവർക്ക് നീ സ്ഥൈര്യം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അവരെ ശത്രുക്കളിൽ നിന്നും, ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്നും, ആ രാജ്യത്തിന്റെ ശത്രുക്കളിൽ നിന്നും റബ്ബേ നീ അവരെ കാത്തു രക്ഷിക്കണ റഹ്മാനെ. അല്ലാഹുമ്മ യാ അല്ലാഹ് യാ റഹ്മാൻ യാ മന്നാൻ യാ ഹന്നാൻ യാ മുസബ്ബഹൻ ബികുല്ലി ലിസാൻ യാ ഹയ്യു യാ ഖയ്യൂം യാ സൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. اللهم انصرنا اللهم انصرنا اللهم انصر اخواننا اللهم انصر اخواننا اللهم انصر اخواننا المسلمين والمجاهدين في كل مكان. اللهم انصر اخوان المسلمين والمجاهدين في فلسطين. اللهم انصر اخوان المسلمين والمجاهدين في غزة. اللهم انصر اخوان المسلمين والمجاهدين في الرفاه. اللهم انصر اخواننا اللهم انصر اخواننا اللهم انصر اخواننا. اللهم دمر اعداءنا اعداء الدين. اللهم هلك اليهود والمشركين. اللهم هلك اليهود والمشركين. اللهم هلك اليهود والمشركين. اللهم انصر اخواننا. اللهم اعز المسلمين اللهم اعز المسلمين. اللهم اعز المسلمين. اللهم الف بين قلوبنا واصلح ذات بيننا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
ആമീൻ ആമീൻ برحمتك يا ارحم الراحمين وصلى الله على خير خلق محمد والحمد لله رب العالمين وسلام على المرسلين.